ഗോഡ്സില്ല -1 ഡയറക്റ്റഡ് ബൈ ടകാഷി. ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാം. ഇത് ഈ സിനിമ കാണാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അത് നമ്മളെ ഹോളിവുഡിലുള്ള ഗോഡ്സില്ല എന്ന് പറഞ്ഞ ഒരു സിനിമയായിട്ട് താരതമ്യം ചെയ്തിട്ട് അത് അത്ര ഉണ്ടോ, അതിൻ്റെ അത്ര ഉണ്ടോ, അതിൽ എത്ര ഉണ്ടോ, അതിന് ഉത്തരം എന്തായാലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഹോളിവുഡിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആക്ഷനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് ഡിഫറൻ്റ്ലി വേറൊരു ടെറൈനിൽ പോകുന്ന ഒരു സിനിമയാണ് അത്. അതായത് പേര് സാമ്യം ഉണ്ടെന്നുള്ളൂ. അതല്ലാതെ ഈ ജപ്പാനീസ് മൂവി ഉണ്ടല്ലോ ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞിട്ട് അതൊരു ബന്ധമില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് മൂവീസാണ്. അത് രണ്ടിലും പറയുമ്പോൾ ഗോഡ്സില്ല ഉണ്ടെന്നുള്ളൂ. അതല്ലാതെ ഇത് ഞാൻ ചിലവരെ കണ്ടത് ഇംഗ്ലീഷ് മൂവിൻ്റെ അത്ര ഇല്ല, ഇംഗ്ലീഷ് മൂവിൻ്റെ അത്ര ഇല്ല, വൃത്തിക്കെട്ട താരതമ്യമാണ്. അത് രണ്ട് സിനിമ ഒരു ബന്ധമില്ല. വേറെ എവിടെയോ രണ്ട് ഇതിലേക്ക് എടുക്കുന്ന രണ്ട് സിനിമകളാണ്. അപ്പോൾ അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഭീര ഒരു സിനിമയാണ്. അത് ഞാൻ താരതമ്യം ചെയ്യാതെ ഇപ്പോൾ പറയുന്നത് ഗംഭീര ഒരു സിനിമയാണ് ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞിട്ട്. അത് ഞാനിപ്പോൾ കുറേ ഇരിക്കുന്നത് ഇറങ്ങിയിട്ട് ഒന്നാമത് തിയേറ്ററിൽ റിലീസ് ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് OTT വന്നപ്പോഴാണ് OTT വന്നിട്ട് തന്നെ കുറേ അയക്കണത്. അപ്പോൾ സിനിമ കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ്. അത് ഫോണിൽ കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞത് ഗോഡ്സില്ല എന്ന് പറഞ്ഞത് വരുന്നത് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിന് ഒരുപാട് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അതിൽ ഈ മെയിൻ ക്യാരക്ടർ എടുക്കുന്ന പൊട്ട തീരുമാനങ്ങൾ അതൊക്കെയാണ് ഈ ഒരു സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. അതിൻ്റെ പുറത്ത് വരുന്ന കോൺസിക്വൻസസ്, അതിൻ്റെ പുറത്ത് വരുന്ന ഇമോഷൻസ്, അങ്ങനത്തെ പല സംഭവങ്ങളാണ് സിനിമ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. പക്ഷേ സിനിമ ഒരു ഗംഭീര ഒരു സാധനമാണ്. അത് ഈ സ്റ്റോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അതാണ് ശരിക്കും നമ്മളിതിൽ പിടിച്ചിരുത്തുന്ന ഒരു ഫാക്ടർ. ശരിക്കും ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ അതിന് ഗോഡ്സിൻ്റെ കിങ് അടി വെട്ട് ഇതൊക്കെയാണ് നമ്മൾ പിടിച്ചിരുത്തുന്നത്. പക്ഷേ ഇതിൻ്റെ കഥയാണ് നമ്മൾ പിടിച്ചിരുത്തുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിൽ ഗോഡ്സിൻ്റെ ഇത് ഈ ഗോഡ്സിലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ക്ലൈമാക്സിലൊക്കെ എടുക്കുന്ന ഒരു കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗംഭീരമായിട്ട് അത് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു കാര്യം പറ്റിയിട്ടില്ല. അത് എനിക്ക് മാത്രം തോന്നിയാണെന്ന് അറിയില്ല. അത് ഇപ്പോൾ എന്തൊക്കെ അവാർഡൊക്കെ കിട്ടിയ സിനിമയെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ പറയുന്നത്. പക്ഷേ വിഷ്വൽസിന് എന്തിനും അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിലൊരു സാധനം പറ്റിയിട്ടില്ല. അത് വെള്ളത്തിൽ കൂടെ ഗോഡ്സില പോകുന്ന കരയിൽ കൂടി ഇങ്ങനെ നടന്നു വരുമല്ലോ. അപ്പോൾ ഇതിന് ഗോഡ്സിൻ്റെ കരയിൽ കൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഭയങ്കര ആർട്ടിഫിഷ്യലായ പോലെ ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് മാത്രം ഫീൽ ചെയ്താണോ എന്നുള്ള അറിയില്ല. ഭയങ്കര ഗ്രാഫിക്സ് ആണെന്നുണ്ടെങ്കിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗോഡ്സിൽ ഇങ്ങനെ നടക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നം, കരയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ പ്രശ്നം. പക്ഷേ ബാക്കിയുള്ള VFX ഉണ്ടല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഇതിലൊരു സീനുണ്ട്, ഈ ബാക്കിൽ നിന്നുള്ളൊരു നീല റേഡിയേഷൻ ഉണ്ടല്ലോ ഗോഡ്സിലൊക്കെ ഉള്ളത്, അത് ഈ ഗോഡ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ എന്താ പറയുക, ഈ നീല സാധനങ്ങൾ ടച്ചിട്ട് പൊന്തിട്ട് ലാസ്റ്റ് ഒരു റേഡിയേഷൻ വരുമല്ലോ, അത് വരുന്ന ഒരു ഗംഭീര വിഷ്വൽസ് ഉണ്ട്. അതൊക്കെ ശരിക്കും തിയേറ്ററിൽ തന്നെ കാണുന്നില്ല. പക്ഷേ ഈ കരയിൽ കൂടെ നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ട്രെയിൻ ഇങ്ങനെ ആക്സിഡൻ്റ് ആവണൊക്കെ ഒരു സീനുണ്ട്. അപ്പോൾ ഈ വിട്ട് തൊട്ടുള്ള ഗോഡ്സിൽ നമുക്കുള്ള ഷോട്ടൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ആ ചില ഭാഗങ്ങൾ VFXൽ വന്നിട്ടുള്ള ചില ഭാഗങ്ങൾ മൊത്തത്തിലല്ല ഒരു 5-6% അത് മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് എനിക്ക് അത്ര കണ്ടിട്ട് കൺവിൻസിംഗ് ആയി തോന്നിയില്ല. പക്ഷേ അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ്, BGM, വിഷ്വൽസ് എല്ലാതും കൊണ്ടും നിറഞ്ഞാടിയ ഒരു ഗംഭീര ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞത്. പിന്നെ എന്തിനറിയാം, ഈ ഗോഡ്സില്ല എന്ന് പറഞ്ഞത് ഈ ആൾക്കാരെ ആക്രമിക്കണ ഒരു വിഷ്വലായിട്ട് ബ്രൂട്ടലായിട്ടുള്ള ഒരു ഗോഡ്സില്ലയാണ്. നമ്മുടെ ഫ്രണ്ട്ലി ഗോഡ്സില്ല അല്ല, ബ്രൂട്ടലായിട്ടുള്ള ഒരു ഗോഡ്സില്ലയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചില സമയങ്ങളിൽ ഈ ഗോഡ്സില്ലിനെ ഇവരെന്നെ കൊല്ലണം എന്നുള്ള നമുക്ക് തന്നെ തോന്നും. അത് അത്ര അധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഇതിൻ്റെ ബാക്കിലുള്ളതാണ്. ക്ലീഷേ സാധനമാണ് എന്നാണ് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എന്തൊക്കെയോ അത് നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ടായിരുന്നു. നമുക്ക് തീരെ ബോറടിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇതിലിങ്ങനെ ഇവർ ഈ കടലിലേക്ക് പോയിട്ട് ഗോഡ്സില്ലിനെ ആക്രമിക്കണമൊക്കെ 2-3 ഒരു മിഷന് പോലെ അങ്ങനെ ഇവർ പോകുന്നുണ്ട്. അത് പിന്നെ ഇവർ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്, അങ്ങനെ പല സീനുകളും എടുത്ത് പറയാൻ ഗൂസ് ബംസ് വരുന്ന പല സീനുകളുണ്ട് ഈ ഒരു സിനിമയിൽ. പക്ഷേ ഇതിൻ്റെ BGM ഗംഭീരം. അതാ ഞാൻ പറഞ്ഞത്, തിയേറ്ററിലാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഹോളിവുഡിൻ്റെ ഈ ഒരു ഗോഡ്സില്ല മൂവി ഉണ്ടല്ലോ, അതേപോലെ നമുക്ക് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റിയ വേറൊരു ഗോഡ്സില്ല മൂവി തന്നെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ അത് റിലീസിനായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ചിലപ്പോൾ സബ്ടൈറ്റിലൊന്നും ഓണാക്കില്ല, ചില അന്യഭാഷാ സാധനങ്ങളിലൊന്നും. ചില തിയേറ്ററിലൊക്കെ ചിലപ്പോൾ ഇതുണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ കണ്ട കിങ് കോങ് എക്സ് ഗോഡ്സില്ല ചില സ്ഥലത്ത് സബ്ടൈറ്റിലുണ്ട്, ചിലയിടത്ത് ഇല്ല. അങ്ങനെയൊക്കെ കൂടിയാണ് ഇവിടെ. അപ്പോൾ അതേപോലെ അത് ജപ്പാനീസ് മൂവി ഇതിൻ്റെ ഇറക്കി കഴിഞ്ഞാൽ പൂർത്തിയാവും. അതിനേക്കാളും ഫോണിരുന്ന് കാണുക തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, സിനിമ ഗംഭീരമാണ്. ഓക്കെ, ഗോഡ്സില്ല മൂവീസ് ഇതിപ്പം പറഞ്ഞ ഈ സിനിമ എൻ്റെ സ്വഭാവം എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ഡെഫിനറ്റ്ലി ഈ ഒരു മൂവി ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. വലിയ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ മെയിനായിട്ട് നിൽക്കുന്നത് 4-5 ഉള്ളൂ. പക്ഷേ ബട്ട് സ്റ്റിൽ ഇതിൽ സൈഡ് റോൾ പോലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേ അറ്റ് ദി സെയിം ടൈം ഇതിൻ്റെ ഒരു സ്ക്രീൻ ടൈമൊന്നും കിട്ടാതെ പോണ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരടക്കം ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഹോളിവുഡ് പോലെ തന്നെയാണ്. ജപ്പാനീസ് വെബ് സീരീസിലെ ഈ മൂവീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഭയങ്കര പ്രാധാന്യം വരുന്ന സാധനമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവർ കാസ്റ്റ് ചെയ്യുള്ളൂ. എന്നാൽ ചില ഭാഷകളെ പോലെ വെറുതെ വലിച്ചിടൂല. അപ്പോൾ അങ്ങനെ ഒക്കെ കൂടി ഞാൻ പറയാം, ഒരു നെഗറ്റീവ് പറഞ്ഞല്ലോ, VFXൻ്റെ സൈഡിൽ നിന്ന് വന്ന ചില ഭാഗങ്ങളിൽ വന്ന ഒരു പ്രശ്നങ്ങൾ അതൊഴിച്ച് നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി 100% എൻജോയ് ചെയ്തിരുന്ന കണ്ടൊരു ഗംഭീര സിനിമയാണ് ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടോക്സ് സൈനിങ് ഔട്ട്.